ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില കാര്യങ്ങളൊക്കെ ഞങ്ങള് രാധികയെന്ന് കണ്ടുപഠിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇതിനേക്കാൾ മനസ്സ് നിറയുന്നൊരു കാര്യം കേൾക്കാനില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. തിരുമേനി വരൂ. കുറച്ചുകൂടെ കഴിയട്ടെ. രാധിയെ, അച്ഛനും അമ്മയും വരുന്നതിന് എന്താ സ്പെഷ്യൽ? അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അത് ചുമ്മാ. കണിമംഗലത്തേക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നാ അവരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ രാധികയുടെ വിഭവങ്ങളാണല്ലോ. ഞാൻ നോക്കട്ടെ. കൊള്ളാം, സമ്മതിക്കണം. രാധികയുടെ കൈപുണ്യം അല്ലേ ചെറിയമ്മേ? അതിലെന്താ സംശയം? ഇക്കാര്യത്തില് ഇവളെ തോൽപ്പിക്കാൻ ദൈവം തമ്പുരാന് പോലും സാധിക്കില്ല. അതെ, നിന്റെ ആ സ്പെഷ്യൽ പായസല്ലേ ഓ നിന്റെ അച്ഛന് ഇഷ്ടാണെന്ന് പറയുന്നത്? ഉണ്ടാക്കുന്നുണ്ട്. രാധികയെ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ. ഞാൻ പറയാം. എന്താ പതിവില്ലാതെ രണ്ടുപേരും അടുക്കളയില്? അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? കൽപ്പന വളരെ അപൂർവമായിട്ടേ അടുക്കളയിൽ വരാറുള്ളൂ. പക്ഷേ ഏട്ടത്തെ അടുക്കളയിൽ നിൽക്കുമ്പോ ഞാൻ എപ്പോഴും വരാറുണ്ടല്ലോ. മോളെ രാധികെ, ഇവര് വന്നിട്ട് അധിക നേരമായോ? ഇല്ല മുത്തശ്ശി, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഉള്ള കാര്യം പറയാലോ. രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മോളെ അടുക്കളയിൽ നിന്ന് എങ്ങും പോയി കളയരുത്. ഇവര് മയക്കുമരുന്നോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കളയും രണ്ടുപേരും കൂടി. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നേ? മുത്തശ്ശി, ആറ്റുവാശ്ശേരിന്ന് വരുന്നവരുടെ മുമ്പില് ഞങ്ങൾ അപമാനിക്കാൻ തന്നെയാണ് മുത്തശ്ശി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കില് കൽപ്പന തിരിച്ച് എന്തും ചെയ്യും. ഒരു കാര്യം ഓർത്തോ, പരമേശ്വരൻ കാണിച്ച ഒരു മണ്ടത്തരത്തിന്റെ പേരില നീ ഇപ്പോഴും ഈ വീട്ടിനകത്ത് നിൽക്കുന്നേ. അത് മണ്ടത്തരമാണെന്ന് പരമേശ്വരന് തോന്നാതിരുന്ന നിന്റെ ഭാഗ്യം. രണ്ടുപേരും പോവാൻ നോക്ക്. എപ്പോ നോക്കിയാലും എന്നെ അപമാനിക്കാനേ സമയമുള്ളൂ. ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ട് കേട്ടോ. തിരിച്ചടി ഉണ്ടാവും. എവിടെയാണെന്നറിയോ? നിന്റെ കാരണത്ത്. ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ടും കണിമംഗലത്തുകാരുടെ കാരുണ്യം കൊണ്ട് ഇപ്പോഴും ഇതിനകത്ത് നടക്കുന്ന നീ തിരിച്ചടിയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നോ? കണിമംഗലത്തെ ജയഭാരതിയുടെ കൈക്കരുത്ത് എന്താണെന്ന് അറിയണോടി നിനക്ക്? കൽപ്പനെ, നീ ഈ പോര്. അതാ നല്ലത്. മുത്തശ്ശി, എന്തിനാ അത്രയൊന്നും പറയണ്ടായിരുന്നു? നീ ഒന്ന് ചുമ്മാതിരിക്കു പെണ്ണെ. ഈ പറഞ്ഞതൊന്നും പോരാന്നാ എനിക്കിപ്പോ തോന്നുന്നേ. കള്ളക്കൂട്ടങ്ങളാ രണ്ടും. അടുത്ത് വന്ന് ചിരിച്ചു കാണിച്ച വിശ്വസിക്കില്ലേ നീയെ? ചാദിക്കും രണ്ടെണ്ണവും കൂടി. വെറുതെ അവളുടെ മുന്നിൽ വെച്ച് നാണം കിട്ടും. ചെറിയമ്മേ, ഇത്രയും കാലം നമ്മള് രാധിക രാധിക എന്ന് പറഞ്ഞ് അവളെ എന്തെങ്കിലും ചെയ്യാനാ നടന്നത്. ആ സമയം കൊണ്ട് ഈ തള്ള ഇല്ലാതാക്കാൻ നോക്കിയിരുന്നെങ്കിൽ അവളുടെ പിൻബലം അങ്ങ് തീർന്നേനെ. നീ പതുക്കെ പറ. നോക്കിക്കോ, ഒരു ദിവസം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവര് ചിലപ്പോ ആ മുറിയിൽ ചത്തു കിടക്കും. വേണോന്ന് വിചാരിച്ചാ അങ്ങ് ചെയ്തു കളയും ഞാൻ. അതെ, തൽക്കാലം കണിമംഗലം തീ പിടിക്കാനുള്ള മരുന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ദേവനാരായണനും യശോദയും ഒന്ന് വന്നു കയറട്ടെ. അവർക്കുള്ള സ്വീകരണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങൾ. നീതിമാനായ ദേവനാരായണൻ തിരുമേനിയും പ്രിയപ്പെട്ട ഭാര്യയും ഇന്ന് ഈ കണിമംഗലത്തിന്റെ നടുത്തളത്തിൽ നിന്ന് കുറച്ചു വേർക്കും.
എന്താ പരമേശ്വര? പത്മിനി എവിടെ അമ്മേ? അവള് കുളിക്കുകയാണെന്ന് തോന്നുന്നു. തിരുമേനി യശോദ ഇപ്പൊ എത്തും. പരമേശ്വര, പ്രിയങ്കയുടെ കാര്യങ്ങളൊന്നും അധികം ചോദിക്കാൻ നിൽക്കണ്ട. എന്തായാലും അതൊരു സങ്കടമുള്ള കാര്യ. ഇല്ല അമ്മേ, എനിക്ക് ചോദിക്കാൻ ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയാണോ രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുന്നത്? അതെ തിരുമേനി, വരൂ. സുഖമില്ലേ അമ്മ? സുഖം. വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. അതിനിടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമയമില്ല. മോളെ വിവാഹം കഴിപ്പിച്ചയച്ച ഇടയ്ക്ക് അവിടെയൊക്കെ ഒന്ന് പോവുക, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുക, അതൊക്കെ ഒരു മര്യാദയാ. പക്ഷേ സാരമില്ല യശോദേ, പരസ്പരം മനസ്സിലാക്കുന്ന നമ്മള് തമ്മില് അത്തരം ഖേദമൊന്നും പറയേണ്ട കാര്യമില്ല. തിരുമേനി പൂജ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണോ? അതെ. മോളെ ആള് വന്നല്ലോ. അച്ഛാ, മോളെ, തിരുമേനി, വിവാഹം കഴിച്ചയച്ച വീട്ടിൽ വരുമ്പോ അവിടെ മകളെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് അറിയണമെന്ന് അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതിപ്പോ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഇങ്ങനൊരു മോളെ നമുക്ക് തന്നതില് കണിമംഗലത്തെ കുടുംബം നിങ്ങൾ രണ്ടുപേരോടും കടപ്പെട്ടിരിക്കേ. അത് ശരിയാ. അമ്മ പറഞ്ഞത് സത്യ തിരുമേനി. തിരുമേനിക്ക് സമ്പത്ത് കുറവായിരിക്കും, പക്ഷേ തിരുമേനി മോളെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ രാധികയെന്ന് കണ്ടുപഠിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇതിനേക്കാൾ മനസ്സ് നിറയുന്നൊരു കാര്യം കേൾക്കാനില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. തിരുമേനി വരൂ. വരൂ അച്ഛാ. ആ, എന്നാ പിന്നെ നിങ്ങളിരുന്ന് സംസാരിക്കേ. യശോദ ഞങ്ങളുടെ കൂടെ പോന്നോട്ടെ. വാ. അമ്മേ. ഇരിക്കൂ. സ്വസ്ഥതയില്ലായ്മയുടെ കുറച്ച് കാലങ്ങളാണ് കൺമുമ്പിലൂടെ കടന്നു പോകുന്നത്. ചില നേരത്തെ എല്ലാം കൈവിട്ടതുപോലെ തോന്നും. എല്ലാ കാര്യത്തിലും സമാധാനം ശീലിച്ചിട്ടുള്ള തിരുമേനിക്ക് അങ്ങനെ തോന്നാമോ?